ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ ഭക്തരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവതത്തിന്റെ നാം പരിചയപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമായ കിളിപ്പാട്ടിന്റെ അടിസ്ഥാനമായ ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥം, സംസ്കൃത ഗ്രന്ഥം, വ്യാസവിരചിതമായത്, 18 പുരാണങ്ങളിൽ പ്രധാനമായത്. ആ ഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു ശ്രമമാണ്. ഇതിൽ ഒപ്പം കൂടുന്ന എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും സ്വാഗതം. ദശമസ്കന്ധത്തിലെ 6 ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. അതിനെ 6 ശ്ലോകങ്ങളെയും ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി 7ാമത് ശ്ലോകമാണ്. വീര്യാണി തസ്യാഖിലദേഹഭാജാമന്തർബഹി പൂരുഷകാലരൂപൈഃ വീര്യാണി തസ്യ അഖിലദേഹഭാജാമന്തർബഹി പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാം മനുഷ്യസ്യ വദസ്വ വിദ്വൻ. പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാ മനുഷ്യസ്യ വദസ്വ വിദ്വൻ. ഇതാണ് 7ാമത് ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അഖിലദേഹഭാജാമന്തർബഹി, അഖിലദേഹഭാജാം തസ്യ അഖിലദേഹഭാജാം അന്തർബഹി. അഖിലദേഹഭാജാം എല്ലാ ശരീരികളുടെയും അന്തർബഹി ച പൂരുഷകാലരൂപൈഃ, അന്തർബഹി പൂരുഷകാലരൂപൈഃ. അന്തർബഹി അകത്തും പുറത്തും, പൂരുഷകാലരൂപൈഃ പുരുഷസ്വരൂപനായും കാലസ്വരൂപനായും. അഖിലദേഹഭാജാം അന്തർബഹി പൂരുഷകാലരൂപൈഃ എന്നാണ്. എന്ന് പറയുമ്പോൾ അഖിലദേഹഭാജാം എല്ലാ ജീവികളുടെയും അകത്ത് സ്വരൂപമായും പുരുഷസ്വരൂപമായും, ബഹിർഭാഗത്ത് പുറത്ത് കാലസ്വരൂപമായും നിന്നുകൊണ്ട് അമൃതം മൃത്യും ഉദ പ്രയച്ഛതഃ. മൃതമില്ലാത്ത അവസ്ഥ, മൃത്യുവില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അത് സനാതനധർമ്മത്തിലെ വിശ്വാസപ്രകാരം മോക്ഷമാണ്. മൃത്യുവില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മോക്ഷം. അങ്ങനെ അമൃതം സംസാര മോക്ഷത്തെയും, മൃത്യും സംസാര ബന്ധം, മൃത്യും മൃതി സംസാര ബന്ധമാണ്. ഇതിനെ രണ്ടിനെയും പ്രയച്ഛതഃ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശരീരികളുടെയും ഉള്ളിൽ പുരുഷ സ്വരൂപമായും പുറത്ത് കാലസ്വരൂപമായി ഇരുന്നുകൊണ്ട് സംസാര മോക്ഷത്തെയും സംസാര ബന്ധത്തെയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന തസ്യ ആ മായാമനുഷ്യസ്യ, മായാമനുഷ്യന്റെ വീര്യാണി വീര്യകർമ്മങ്ങളെ വദസ്വ പറഞ്ഞു തരിക വിദ്വൻ. അല്ലയോ ആത്മജ്ഞാനിയായ മഹാത്മാവേ, എല്ലാ ജീവികളുടെയും അകത്ത് പുരുഷസ്വരൂപമായും പുറത്ത് കാലസ്വരൂപമായും നിന്നുകൊണ്ട്
അമൃതം മൃത്യും ഉദ പ്രയച്ഛത, സംസാരമോക്ഷത്തെയും സംസാര ബന്ധത്തെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന തസ്യ മായാമനുഷ്യസ്യ വീര്യാണി വദസ്വ, തസ്യ ആ മായാമനുഷ്യന്റെ വീര്യകാര്യങ്ങളെ പറഞ്ഞു തരിക. ഇതാണ് ഈ 7-ാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 7-ാമത് ശ്ലോകത്തെ ഭഗവാൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വർത്തിച്ചോരു മംഗലചരിതങ്ങൾ ഇങ്ങടിയനു കേൾപ്പാനായിക്കൊണ്ട് വഴി പോലെ തിങ്ങിന കൗതൂഹലത്തോടരുൾ ചെയ്തിടണം. മങ്ങാതൊരധ്യാനന്ദമെന്നുള്ളിൽ വളരുന്നു. നിന്തിരുവടിയുടെ വാഗ്മാധുര്യം കൊണ്ടും നിന്തിരുവടിയുടെ പദ്മാധുര്യങ്ങൾ കൊണ്ടും നിന്തിരുവടിയുടെ ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചിപ്പൊഴേ ഞാൻ. എന്തൊരാനന്ദം അതിന്മീതേ മറ്റുള്ളോ പാർത്താൽ ഉണ്ടെനിക്കതിൽ ചില സംശയം തോന്നിയിടുന്നു. കുണ്ഠത തീർന്ന ഭവാൻ അതിനെ തീർത്തിടണം. ഇത്രയുള്ളൂ. ഈ ശ്ലോകവുമായിട്ട് വലിയ ബന്ധം ഈ ഭാഗത്തിന് വരുന്നില്ല. വീര്യാണി തസ്യാഖില ദേഹഭാജാമന്തർബഹി പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുദാ അമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ എന്ന 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തസ്യാഖില ദേഹഭാജാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോന്നിന്റെയും സകല പ്രപഞ്ചത്തിലെ ഓരോന്നിന്റെയും ഉള്ളിൽ പുരുഷസ്വരൂപമായും പുറത്ത് കാലസ്വരൂപമായും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ സംസാര മോക്ഷത്തെയും സംസാര ബന്ധത്തെയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഭഗവാൻ മായാമനുഷ്യനായി അവതരിച്ച് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ മായാമനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുവാനാണ് ശ്രീ പരീക്ഷിത്ത് രാജാവ് ശുകബ്രഹ്മർഷിയോട് പറയുന്നത്. അത് കിളിപ്പാട്ടിൽ നമുക്ക് ഭഗവാൻ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടായിരിക്കുന്നു. അങ്ങനെ വർത്തിച്ചോരു മംഗളചരിതങ്ങൾ ഇങ്ങടിയന് കേൾപ്പാനായി കൊണ്ടുവഴി പോലെ തിങ്ങിന കൗതൂഹലത്തോട് അരുൾ ചെയ്തിടണം. മങ്ങാതൊരത്യാനന്ദമെന്നുള്ളിൽ വളരുന്നു. നിന്തിരുവടിയുടെ പത്മാധുര്യങ്ങൾ കൊണ്ടും നിന്തിരുവടിയുടെ ചരിതരസം കൊണ്ടും സ്വന്തം കൈവല്യത്തെ പ്രാപിച്ചേൻ ഇപ്പോഴേ ഞാൻ. എനിക്കതിൽ ചില സംശയം തോന്നിയിടുന്നു. കുണ്ഠത തീർന്നു ഭവാൻ അതിനെ തീർത്തിടണം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്തെയോ ആത്മജ്ഞാനിയായ മാമുനെ അങ്ങ് അതിനെ തീർത്തിയിടണം എന്ന് പറഞ്ഞ് ഇനി അടുത്ത സംശയങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കാൻ പോവാണ്. ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അവതാരത്തെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കാൻ പോവുകയാണ്. എവിടെ ജനിച്ചു, എപ്പോ ജനിച്ചു, എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് അടുത്ത ഭാഗത്തിൽ, അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.